ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതൊരു ജേണൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ആണ്. ജേണൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്കപ്പാണ്. നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റ് ആണ്. യാതൊരു വിധ തരത്തിലും കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഇല്ല. എന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് നിങ്ങൾ വളരെയധികം ഡിസ്റ്റൻസിലാണ്. നിങ്ങൾ ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഇല്ല, ഒരു കോൺടാക്റ്റോ ഒരു മെസ്സേജോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളെ ശരിക്കും ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യണം എന്നാണ് അയാളുടെ മനസ്സിൽ പറയുന്നത്. അതുപോലെ തന്നെ അയാളുടെ ഉള്ളിൽ നിങ്ങളെ പറ്റിയുള്ള ചിന്തകളും പിന്നെ അയാൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യണമെന്നും ഒക്കെ ഉണ്ട് അയാളുടെ മനസ്സിൽ. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ അയാളുടെ ലൈഫിൽ അയാൾ എവിടെയൊക്കെ ചെന്നാലും എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ എടുത്താലും നിങ്ങൾ മാത്രമാണ് അയാളുടെ മൈൻഡിൽ. അയാൾക്ക് വേറെ ഒന്നും ക്ലിയർ ആയിട്ടും പ്രോപ്പറായിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇപ്പോൾ അയാളുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് അയാൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തൊക്കെയോ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ അകത്തേക്ക് വലിച്ചു കൊണ്ടുവന്നിടാതെ ഇനി പുതിയൊരു സ്റ്റാർട്ട്, അതായത് പുതിയൊരു റിലേഷൻഷിപ്പ്, പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയതിലോട്ട് വന്നിട്ട് പുതിയത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അതൊരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി പോയത്. അതല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടായതിന് ശേഷം നിങ്ങളുടെ ചിന്തകളും ഒക്കെ അയാളെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നും മൈൻഡിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അയാൾ ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോയിട്ടുണ്ടാവാം. അങ്ങനെയും ചാൻസ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് നിങ്ങളുടെ ചിന്തകളും ഒക്കെ മാറി അയാൾക്ക് കുറച്ചുകൂടെ എല്ലാം മറക്കാനും അതിനൊക്കെ വേണ്ടി അയാൾ വേറെ തരത്തിലോട്ടൊക്കെ അയാൾ പോയിട്ടുണ്ട്, വേറെ റിലേഷൻഷിപ്പിലോട്ടൊക്കെ. അതൊക്കെ തെറ്റാണെന്ന് ഇപ്പോൾ ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അയാൾക്ക് ഒരുപാട് തിരിച്ചടികളും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെന്നെടുത്തെന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അയാൾക്ക് ഒരുപാട് പാഠങ്ങളൊക്കെ അയാൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളമാണ് അയാളെ സ്നേഹിച്ചിരുന്നത്, അയാൾ നിങ്ങൾ എത്രത്തോളം പറ്റിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആയിട്ട് മാറി രണ്ടുപേരും രണ്ട് സ്ഥലത്താകുമ്പോഴും ഇപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയ വഴിയും അതല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ വഴിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറിയാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഒരു പേഴ്സണെ പറ്റി. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ തോറ്റ് കാണിക്കണം എന്ന് അതായത് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷം അയാൾ കംപ്ലീറ്റ്ലി തകർന്നു അല്ലെങ്കിൽ അയാളൊന്നും ആയില്ല, അങ്ങനത്തെ രീതിയിലൊന്നും അല്ല. അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം വിജയിച്ചു, അയാൾ എല്ലാത്തിലും ടോപ്പാണ്, അയാളെല്ലാം തന്നെ ലൈഫിൽ നേടി എന്നൊക്കെ കാണിക്കാൻ, അത് നിങ്ങളെ കാണിക്കാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അയാളുടെ ലൈഫ് ഓൾറെഡി കംപ്ലീറ്റ്ലി തകർന്ന് കിടക്കുവാണ് എല്ലാ തരത്തിലും. ഇപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ വേറൊരു തേർഡ് പാർട്ടിയുടെ കൂടെ പോവുകയാണെങ്കിൽ അവിടുന്ന് അയാൾക്ക് പണിയാണ് കിട്ടിയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പഠിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ സ്കൂളിൽ എവിടെയാണെങ്കിലും അവിടെയൊക്കെ അയാൾക്ക് പ്രോബ്ലംസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അയാളുടെ ലൈഫിൽ ഫുള്ളായിട്ട് പ്രോബ്ലംസ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ കാണുവാണെങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും അല്ല, എൻ്റെ ലൈഫ് ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ എല്ലാം കൊണ്ട് ഞാൻ ഓക്കെയാണ് എന്ന് നിങ്ങളെ കാണിക്കണം. നിങ്ങൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പോൾ അതിനൊക്കെ വേണ്ടി അയാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ചു വയ്ക്കാറുണ്ട്. അതായത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. ശരിക്കും അയാളുടെ ലൈഫ് കംപ്ലീറ്റ്ലി തകർന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പിൽ ഉണ്ടായ ആ ഒരു പ്രോബ്ലംസും അതൊക്കെ അയാളുടെ ഉള്ളിൽ ഉണ്ട്. ചില പ്രോബ്ലംസൊക്കെ അയാൾ സമ്മതിക്കുന്നുണ്ട്, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിങ്ങളോട് എന്താ പറയുക, അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ച് അതൊക്കെ ക്ഷമയൊക്കെ ചോദിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ചില സമയത്ത് അയാൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അയാളുടെ ഈഗോ
ഈഗോ അതിനൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ അയാൾക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. അതിപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അയാൾക്ക് ഒരുപാട് ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ട് ഇപ്പോൾ അയാളുടെ സിറ്റുവേഷൻസൊക്കെ കൊണ്ടായിരിക്കാം, അയാൾക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ പ്രോബ്ലംസൊക്കെ കിട്ടിയതൊക്കെ കൊണ്ടായിരിക്കാം അയാൾക്ക് നിങ്ങളെ വീണ്ടും കണക്ട് ചെയ്യണമെന്നും നിങ്ങളോട് ഇഷ്ടമൊക്കെ. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു എനർജി ഒരു പേഴ്സൻ്റെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും ലൈഫിൽ എന്താ പറയുക എല്ലാം അനുഭവിച്ച ആ ഒരു അവസ്ഥ ാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുന്നേ ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസും കാര്യങ്ങളും അയാളുടെ മിസ്റ്റേക്സൊക്കെ അയാൾക്ക് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് സംസാരിച്ച് പറഞ്ഞ് അതിനെല്ലാം മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരണമെന്ന് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാനുള്ളൊരു ചാൻസും ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിലേഷൻ. അപ്പോൾ അതൊക്കെ അയാളുടെ ഉള്ളിൽ തിങ്ങി നിറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ തുറന്ന് നിങ്ങളോട് പറയണം, നിങ്ങളോട് സംസാരിക്കണം, അതെല്ലാം ക്ലിയർ ചെയ്ത് പോകണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്ന സമയത്ത് ആ ഒരു ടൈമിലൊക്കെ ചിലപ്പോൾ സാധാരണ ഒരു എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു ടൈം പാസ് അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കാം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്. വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ലായിരിക്കും ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കള്ളത്തരവും ഇല്ലാതെ വളരെ കരുതലോടും വളരെ സ്നേഹത്തോടു കൂടെയൊക്കെ തന്നെയാണ് ഈ വ്യക്തി കാണുന്നത്. ഇപ്പോൾ ഉള്ളിൽ നിന്നാണ് ആ ഒരു പേഴ്സൺ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ഒരു പേഴ്സൻ്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴത്തെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ശരിക്കും ജെന്യുവനായിട്ടുള്ള ഇഷ്ടമാണ്. അയാൾ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും അയാൾ ഒരുപാട് സഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പല്ല, അല്ല വെളിയിൽ നിങ്ങളില്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ അയാൾ ഒരുപാട് ട്രബിളിൽ കൂടെയൊക്കെ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ് അയാൾക്ക് കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് അയാളുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തും എല്ലാ കാര്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങളെ അയാൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പറ്റി മാത്രമാണ് അയാൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ആ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളോട് ഒപ്പം അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം ഒരു വളരെ കാമായിട്ടുള്ളൊരു ലൈഫൊക്കെ അയാൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ലോങ് റിലേഷൻ തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാൾ തിരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വരാനൊക്കെ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് എല്ലാം തുറന്ന് പറയാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. അയാളുടെ ഉള്ളിൽ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയുണ്ട്. അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അയാൾ ചിലപ്പോൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോബ്ലംസും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാർഡ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അയാളോട് വളരെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ അയാളെ കൊല്ലണമെന്നൊക്കെ വളരെ ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല അത്രയും ഒരു ഇതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കാമായിട്ട് അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം അയാൾ ഒരുപാട് ആശയക്കുഴപ്പത്തിലാണ്, അയാൾ ഒരുപാട് ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അയാളോട് പ്രതികരിക്കുന്ന ആ ഒരു അതായത് നിങ്ങളാണിപ്പോൾ അയാളുടെ ലൈഫിലെല്ലാം, ഇനി വേറെ ഒന്നും ഇല്ല അയാളുടെ ലൈഫിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങളും എഗൻസ്റ്റ് വേറെ രീതിയിൽ ചിലപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ മെൻ്റലിയൊക്കെ ഒരുപാട് പ്രോബ്ലംസും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി അയാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് തകർന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലെങ്കിലും ആണെങ്കിലും നിങ്ങൾ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ അയാൾ എന്താണോ കാണിച്ചത് അത് നമ്മൾ തിരിച്ച് കാണിക്കുകയല്ല ചെയ്യണം. നമുക്കൊരു എന്താ പറയുക ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കാമായിട്ട് സംസാരിക്കുക. കാരണം വെച്ചാൽ അയാളുടെ മെൻ്റൽ ഹെൽത്ത് അത്രയ്ക്ക് പ്രോബ്ലം ആണ്. അപ്പോൾ അയാളോട് നിങ്ങളുടെ ആദേശങ്ങളെല്ലാം എടുത്ത് ചെയ്യാനല്ല നമ്മളോട് കാർഡ്സ് ഇവിടെ സ്പ്രെഡിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വളരെ കാമായിട്ട് അയാളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കുറച്ച് തുറന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറാവണം. അയാൾക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട്, അയാളുടെ ഉള്ളിൽ വിങ്ങുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ഇന്നേ വരെ ഷെയർ ചെയ്യാത്തതും
ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഇത്രയും നാളും ഫേസ് ചെയ്ത് എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ ട്രാപ്പിലൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറഞ്ഞ് അയാൾക്കൊന്ന് റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾക്കൊന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം മാറും എന്ന ആ ഒരു ഇതിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിലും അയാൾക്ക് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. അയാൾക്ക് തുറന്ന് പറയാനും എടുക്കാനും സംസാരിക്കാനും ഒന്നും അയാൾക്ക് ഇപ്പോൾ ആരുമില്ല. അപ്പം നിങ്ങൾ അങ്ങനത്തെ ആ ഒരു പേഴ്സണായിട്ട്, അതായത് അയാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ അയാൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സൺ നിങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കാമായിട്ട് വേണം അയാളോട് സംസാരിക്കാൻ എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ തുറന്നൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സ്മൂത്തായിട്ടൊക്കെ പോവും. പിന്നെ നിങ്ങളുടെ ഉള്ളിലും പഴയ വേദനകളും ഒക്കെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് കരയാനും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറക്കുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ വരും, നിങ്ങളോട് കണക്ട് ചെയ്യും, നിങ്ങളോട് സംസാരിക്കുക ചെയ്യും. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ഉള്ളിൽ സ്നേഹം ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പേഴ്സണെ വേണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നല്ലൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നാണ് നമ്മളോട് കാർഡ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.